ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ടിപ്പ് ഫോർ ദ കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക് ക്ലിയർലി. നമുക്ക് അസൈൻമെൻറ്റ് തരുന്ന സബ്ജക്റ്റ് ആദ്യമേ മനസ്സിലാക്കുക ക്ലിയറായിട്ട്. അത് കഴിഞ്ഞ ശേഷം ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും നമുക്ക് അസൈൻമെൻറ്റ് തരുന്നത്. അപ്പം ആ സബ്ജക്റ്റ് മനസ്സിലാക്കിയെങ്കിൽ അത് റിലേറ്റഡ് വരുന്ന ഈ ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സബ്ജക്റ്റ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ തരുന്ന ആ ടോപ്പിക്കിൻ്റെ മീനിങ് എന്താണ് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ആ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആവർത്തിച്ച് വായിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരും. ഒരു 50% അങ്ങനെ നമുക്ക് നമ്മുടെ അസൈൻമെൻറ്റ് ടോപ്പിക്ക് എന്താണെന്ന് ക്ലിയർ ആവും. അപ്പം നമുക്ക് തരുന്ന ടോപ്പിക്കിൻ്റെ മീനിങ് എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് അസൈൻമെൻറ്റ് എഴുതി തുടങ്ങാൻ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഡു ബേസിക് റിസർച്ച്. അപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം. അതിന് നമുക്ക് ലൈബ്രറി ചെന്നിട്ട് ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് റെഫർ ചെയ്യാം, ജേർണൽസ് ആൻഡ് ആർട്ടിക്കിൾ റെഫർ ചെയ്യാം, പിന്നെ ഇൻ്റർനെറ്റിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പം ആ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ ടിപ്പാണ് മേക്ക് എ റഫ് ഔട്ട്ലൈൻ, ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ. ഒരു അസൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 ഇമ്പോർട്ടൻറ്റ് പാർട്സാണ് ഇൻട്രൊഡക്ഷനും മെയിൻ ബോഡിയും കൺക്ലൂഷൻ. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വെക്കാതെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. മെയിൻ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മൂന്ന് കമ്പൽസറി ആണ് ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ. അപ്പോൾ എന്താണ്, മെയിൻ ബോഡി വേണം, ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ മസ്റ്റാണ്. നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റെഫറൻസ്, നമ്മൾ രണ്ടാമത്തെ ടിപ്പിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ നമ്മൾ സൈറ്റിൽ നിന്നും ബുക്കിൽ നിന്നും ജേർണൽസ് ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ സോഴ്സ് നമുക്ക് കാണിക്കണം. അതിനാണ് നമ്മൾ റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നീറ്റായിട്ടായിരിക്കണം അസൈൻമെൻറ്റ് എഴുതേണ്ടത്. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റായിരിക്കണം, പേജ് നമ്പർ ഓരോ പേജിനും ഇട്ടിരിക്കണം. പിന്നെ വാരി വലിച്ച് കുറേ എഴുതരുത്, ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം എഴുതിയാൽ മതി. അതേപോലെ ഒരുപാട് പേജും ആകരുത്, നമുക്ക് ആവശ്യമുള്ള അത്രയും പേജ് ആവുള്ളൂ. പിന്നെ പേജ് കുറച്ച് മതി. പിന്നെ പേജ് നമ്പർ ഇടണം, ഫേസിങ് ഷീറ്റ് വെക്കണം, പിന്നെ കണ്ടൻറ്റ് പേജും വെക്കണം. അപ്പോൾ അത്രേ ഉള്ള ടിപ്പ്.